ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ 4 വർഷമാണ് പൂഴ്ത്തിവെച്ചത്. 4 വർഷക്കാലം ഈ ഗവൺമെന്റ് ആ റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തിവെച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. 4 വർഷം പൂഴ്ത്തിവെക്കുക വഴി ആരെ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്ന് വ്യക്തമാകേണ്ട കാര്യമാണ്. വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം പുറത്ത് വന്ന ശേഷം അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ള റിപ്പോർട്ടിൻ്റെ സമ്പൂർണമായ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതാണ്. ഹേമ കമ്മീഷൻ തയ്യാറാക്കി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടാൻ ഗവൺമെന്റ് തയ്യാറാകണം. കാരണം ഇന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ്. അങ്ങനെ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ വരേണ്ട ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ നിരപരാധികളായ ആളുകൾ പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാകണമെങ്കിൽ റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. തന്നെയുമല്ല, വിവരാവകാശ നിയമം മൂലം പുറത്തുവിട്ട ഭാഗങ്ങൾ തന്നെ അപൂർണമാണ്. യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ട 11 പാരഗ്രാഫുകൾ മാറ്റുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഗവൺമെന്റ് ഇതിനകത്ത് ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് ഇതിനകത്ത് ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ പോസ്കോ കേസുകൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ളൊരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തി കേസെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ കേസെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അവിടെ വേണമെങ്കിൽ FIR ഇട്ട് കേസെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അന്വേഷിച്ച ശേഷം FIR ഇടാം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അവിടെ കേസെടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഒരു സാമാന്യമായ ഉത്തരവാദിത്തമാണ്. അതിൽ തന്നെ പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നത് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കട്ടെ, പരാതിയുടെ ആവശ്യമില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പോസ്കോ കേസുകളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ, ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കാൻ ബാധ്യസ്ഥമാണ്. ആ കേസെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കാം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഗവൺമെന്റ് പറയുന്നത് ആരെങ്കിലും പരാതി ഉണ്ടേ വരട്ടെ എന്നാണ്. പരാതിക്കാരായ ആളുകളുടെ മൊഴികൾ പോലും ഗവൺമെന്റ് കയ്യിലുണ്ട്. പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറായിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ സിനിമാ രംഗം ആകെ മലീമസമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയ പത്രങ്ങൾ പോലും കേരളത്തിൽ എന്തോ വലിയ തോതിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് മലയാളികൾക്ക് പോലും ഗുണകരമായ ഒന്നല്ല, കേരളത്തിന് ഗുണകരമായ എന്നുള്ളതല്ല. അപ്പോൾ ഇത് അവസാനിക്കണമെങ്കിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരിക എന്നുള്ളതല്ലാതെ
മറ്റൊരു മാർഗവും ഇതിൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നയം ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.